ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി മാങ്ങ അച്ചാർ ഇട്ടാലോ? അപ്പോൾ ഞാനിന്ന് ഉപ്പിലിട്ട മാങ്ങയാണ് അച്ചാറിടാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 1 മന്ത് മുമ്പ് ഇതുപോലെ നമുക്ക് മാങ്ങ നോർമലി അരിഞ്ഞ് കാന്താരി മുളകും കറിവേപ്പിലയും ഉപ്പ് വിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 മാസത്തിന് ശേഷം നമ്മൾ ഈ മാങ്ങ എടുത്തിട്ടാണ് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയുടെ സീസണാണ്, മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുകയോ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അടുത്തൊരു സീസൺ വരെ വരുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി, നമുക്ക് കട്ടിയുള്ളൊരു പാത്രം വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. ഏതെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമലി നമുക്ക് പാം ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഒരു 150 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്താൽ ഉലുവയുടെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളമയം ഒട്ടും ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു 6-8 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നടുവേ കീറിയിട്ട് ആ തിളച്ച് നിൽക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് പച്ചമുളകൊക്കെ പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറി വേണം നിൽക്കാൻ വേണ്ടി, കാരണം ആ പൊട്ടിത്തെറിക്കുന്ന എണ്ണയൊക്കെ നമ്മുടെ കയ്യിലോട്ട് വീണാൽ പൊള്ളാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിനുശേഷം നമ്മളൊരു 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് 2ആയിട്ട് പിളർന്ന് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ 50 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചി നന്നായിട്ട് എടുത്ത് കഴുകുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ജസ്റ്റ് കളറ് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇഞ്ചി അല്ലെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര അളവ്, ഇത്ര ഗ്രാം അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് തോന്നുകയാണ് നമ്മളെടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് ആവശ്യത്തിനൊന്നും തോന്നുന്നത് എത്രയാണോ അത്രയും ചേർക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എത്രയും ചേർത്ത് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അടുത്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യേണ്ട മസാലകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മസാലയാണ് എടുക്കുന്നത്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് കാശ്മീർ ചില്ലിയാണ്. 4 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമുക്ക് ഇത്രയും ചെറിയ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്ത ആ സമയത്ത് നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാല ഇട്ടതിന് ശേഷം മസാല നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ആ എണ്ണയിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് ആഡായി അപ്പോൾ ആ പച്ചമണം ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 4 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കുക, അതിനുശേഷം ഇത് എണ്ണയൊക്കെ കണ്ടോ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ തെളിയുന്നിടം വരെ നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പം നോക്കിക്കുക, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയ്ക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങയും വെള്ളവും എല്ലാം കൂടി നമ്മളിതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു 2-3 മിനിറ്റത്തേക്ക് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ആ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒന്ന് പറ്റി അല്ലെങ്കിൽ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിക്കുക, ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇതിലേക്ക് നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണമെന്നൊന്നുമില്ല, കേടായൊന്നും പോകത്തില്ല. കാരണം നമുക്ക് ഇന്നത്തെ വെള്ളമയമൊക്കെ കുറവാണല്ലോ. അപ്പോൾ ഇനി ലോങ് ദിവസത്തേക്ക് വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് നമുക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എടുത്ത് കൂട്ടാം. അപ്പോൾ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ മാങ്ങ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.